അവൾ ഫോൺ ആദിത്യന് നീട്ടി. ദാ. അവൻ ഫോൺ വാങ്ങിക്കൊണ്ട് കാതോട് ചേർത്തു. പറയച്ച. ആദി. നീ ഇതുവരെ ഒരു അഭിനന്ദനം പോലും അവളോട് പറഞ്ഞില്ലേടാ. ആദിത്യൻ അത് കേട്ട് ചിരിച്ചുപോയി. അവൾ മാർക്ക് വാങ്ങിയതിന് എന്താ ലോകാത്ഭുതം മറ്റുമാണോ? അതിനാണോ എല്ലാവരും ഇത്ര വലിയ ആഘോഷിക്കുന്നത്? പരീക്ഷ എഴുതിയാൽ മാർക്ക് കിട്ടും, അതിൽ ഇത്ര വലിയ കാര്യമെന്താ? അവൻ അലസതയോടെ ചോദിച്ചു. ആ വാക്കുകൾ അനന്യ വ്യക്തമായി കേട്ടു. ഒരു നിമിഷം അവളുടെ മുഖം മുറുകിപ്പോയി. ഇയാൾക്ക് ഇത്രയും അഹങ്കാരമോ? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ തുറച്ചു നോക്കി. എൻ്റെ മാർക്ക് കണ്ടോ അച്ഛ? ആദിത്യൻ വീണ്ടും ചോദിച്ചു. കണ്ടു. അപ്പോൾ അതൊന്നിനെക്കുറിച്ചും പറയാനില്ല. ആദ്യം അച്ഛൻ +2-ന് എത്ര മാർക്ക് വാങ്ങിയെന്ന് പറയണം. എന്നിട്ട് എൻ്റെ മാർക്കിനെക്കുറിച്ച് അവളോടൊന്ന് അഭിപ്രായം പറ. സ്വന്തം മാർക്കുമായി എൻ്റെ മാർക്ക് താരതമ്യം ചെയ്യേണ്ട കാര്യമെന്താ? ആദ്യം നീറ്റ് പരീക്ഷ എഴുതി ഒരു റാങ്ക് വാങ്ങി കാണിക്ക്. അവൾ അറിയാതെ തന്നെ പിറുപിറുത്തു പോയി. അവളുടെ ശബ്ദം വ്യക്തമായി ആദിത്യൻ്റെ ചെവിയിൽ പതിഞ്ഞു കേട്ടു. മറുവശത്ത് അച്ഛൻ ചിരിച്ചു. കോൾ കട്ട് ചെയ്തതും ആദിത്യൻ പതിയെ ഫോൺ താഴ്ത്തി അനന്യയെ നോക്കി. ടി. അവൻ്റെ ശബ്ദം ഗൗരവമായി. ഞാൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിനാ എൻ്റെ തൊട്ടടുത്തുനിന്ന് ദേഷ്യപ്പെട്ട് കമൻ്റ് അടിച്ചത് നീ? അനന്യ കൈകൾ നെഞ്ചിൽ പിണച്ചുകൊണ്ട് അവനെ നോക്കി നിന്നു. അതിന് ഞാൻ ഉറക്കെയൊന്നും പറഞ്ഞില്ലല്ലോ. കേൾക്കാൻ ചെവി നല്ലതായതുകൊണ്ടായിരിക്കും നിങ്ങൾ കേട്ടത്. അവൾ മറുപടി കേട്ടതും ആദിത്യൻ്റെ പുരുകം വീണ്ടും ഉയർന്നു. മുരടൻ. പല്ലു കടിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി പിറുപിറുത്തു. കേരളത്തിൽ 1,00,000-ലധികം കുട്ടികൾ നീറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ട്. ആ കുട്ടികളെല്ലാം ഇടയിൽ നിന്ന് 1-ാം റാങ്ക് കിട്ടി എനിക്ക്. എന്നിട്ടും അതിനെന്താ വലിയ കാര്യമെന്ന് എന്താണ് ചോദിക്കുന്നത്? അവളുടെ കണ്ണുകൾ ദേഷ്യവും വേദനയും ഒരുപോലെ നിറഞ്ഞു നിന്നു. ഒരു സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ച പെൺകുട്ടിയാണ് ഞാൻ. വലിയ കോച്ചിങ് സെൻ്ററുകളോ കോടികൾ ചെലവഴിച്ച് പരിശീലനമോ എന്നും എനിക്കില്ല. എന്നിട്ടും ഇന്ന് കേരളം മുഴുവൻ എന്നെ അഭിമാനിക്കുന്നു. മുഖ്യമന്ത്രി മുതൽ സാധാരണക്കാർ വരെ അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. ആദിത്യൻ കൈകൾ നെഞ്ചിൽ പിണച്ചുകൊണ്ട് അവളെ നോക്കി. അവളുടെ ഓരോ വാക്കും അവൻ അവളെ തന്നെ നോക്കി നിന്നു. ഇങ്ങോട്ട് നോക്കടി നരന്ത് പെണ്ണേ നീ. അവൻ്റെ ശബ്ദം വീണ്ടും കടുത്തു. നീ മാർക്ക് വാങ്ങിയിട്ട് എന്താണ് പ്രയോജനം? അവസാനം എൻ്റെ വീട്ടിലെ അടുക്കളയിൽ കയറി ജോലി ചെയ്യാനല്ലേ നീ പോകുന്നേ? അതിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയാലെന്ത്, കിട്ടിയില്ലെങ്കിലെന്ത്? അവൻ പരിഹാസത്തോടെ ചിരിച്ചു. അവളുടെ ഒരു ഫസ്റ്റ് റാങ്ക്. പിറുപിറുത്തുകൊണ്ട് അവൻ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. സർ. അനന്യ അവൻ്റെ പിന്നാലെ ഓടി. അവൻ്റെ മുന്നിലെ 2 കൈകളും നീട്ടി വഴി തടഞ്ഞു. ആദിത്യൻ അസഹിഷ്ണുതയോടെ അവളെ അല്പനേരം നോക്കി. ഇപ്പോൾ എന്താ പറഞ്ഞത്? അവളുടെ ശബ്ദം വിറച്ചിരുന്നു. അടുക്കളയിൽ ജോലി ചെയ്യാനാണെങ്കിൽ മാർക്ക് എടുത്തിട്ട് എന്ത് കാര്യമെന്നോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സർ പ്ലീസ്. ആദ്യമായാണ് അവൾ അവൻ്റെ മുന്നിൽ ഇത്രയും നിസ്സഹായായി നിൽക്കുന്നത് എന്നവൻ ഓർത്തു. എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടില്ലെങ്കിലും സാരമില്ല. പക്ഷെ പഠിക്കാൻ പോലും കഴിയാതെ വീട്ടിൽ 4 ചുവരുകൾക്കുള്ളിൽ ജീവിതം ഒതുക്കി തീർക്കേണ്ടി വന്നാൽ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിലും മരിച്ചതുപോലെയായിരിക്കും. അവൾ 2 കൈകളും കൂട്ടിപ്പിടിച്ചു. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. കണ്ണുനീർ കവിളിലൂടെ ഒഴുകിയിറങ്ങി അവളുടെ. ദയവായി എന്നെ പഠിക്കാൻ അനുവദിക്കണം. ഒരു ഡോക്ടറാവുക എന്നത് എൻ്റെ മാത്രം സ്വപ്നമല്ല, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതകാല സ്വപ്നവും കൂടിയാണ്. നിങ്ങൾ പുണ്യമാകും സർ എന്നെ പഠിക്കാൻ വിട്ടാൽ. ആദിത്യൻ അവളെ നിറഞ്ഞ കണ്ണുകളിലേക്ക് ഒരു നിമിഷം നോക്കി നിന്നു. അവളുടെ മനസ്സിലുള്ള വേദന ആ കണ്ണുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ്റെ മുഖത്തെ ദേഷ്യം പതിയെ മാറിത്തുടങ്ങിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ഇങ്ങോട്ട് നോക്ക്. അവൻ്റെ ശബ്ദം ശാന്തമായിരുന്നു. നിന്നെ പഠിക്കാൻ അനുവദിക്കണോ വേണ്ടയോ എന്നത് എൻ്റെ തീരുമാനമാണ്. ഇന്നു മുതൽ നീ എൻ്റെ ഭാര്യയായി ജീവിക്കാൻ തയ്യാറായിക്കോ. ആ വാക്കുകൾ കേട്ടതും അനന്യയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. എങ്ങനെയായാലും എൻ്റെ അച്ഛനും അമ്മയും ഉടൻ ഒരു കൊച്ചുമകനെ പ്രതീക്ഷിക്കും. നിന്നെ ഒഴിവാക്കി മറ്റുള്ള വിവാഹം കഴിക്കാൻ എനിക്കിപ്പോഴും താല്പര്യമില്ലടി. വിവാഹം വേണ്ടെന്ന് കരുതി എനിക്ക് വിവാഹവും കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നിന്നോടൊപ്പമാണ് എൻ്റെയുള്ള മുഴുവൻ ജീവിതവും. അവൻ മനഃപൂർവ്വം ഒന്ന് നിർത്തി. ഇന്ന് രാത്രി നമ്മുടെ ആദ്യ രാത്രിയാണ്. അനന്യയുടെ മുഖം നിറം മാഞ്ഞു. ഇനി കുടുംബജീവിതം തുടങ്ങാം. വീട്ടുകാര്യങ്ങൾ ചെയ്യാൻ നോക്ക് നീ. എനിക്ക് ഒരു കുഞ്ഞിനെ പ്രസവിച്ചത് അതൊക്കെ മതി. നിനക്ക് പഠിപ്പും ഡോക്ടറൊക്കെ പിന്നെ ആവാടി. അവൻ മനഃപൂർവ്വം കടുപ്പത്തോടെ നോക്കി പറഞ്ഞു. സർ. അവൾ ഒരടി പിന്നിലേക്ക് മാറി. നിങ്ങൾക്ക് മനസ്സാക്ഷി എന്നൊന്നുമില്ലേ? അവളുടെ ശബ്ദം വിറച്ചു. കുറച്ചു മുമ്പ് വരെ എന്നെ വേലക്കാരി എന്ന് വിളിച്ചു. ഇപ്പോൾ ഞാൻ നല്ല മാർക്ക് നേടിയെന്ന് അറിഞ്ഞപ്പോൾ പഠിപ്പിക്കാൻ പറയുമെന്ന് കരുതി. പക്ഷേ ഇപ്പോൾ ആദ്യ രാത്രിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ നെഞ്ചകം വിങ്ങിപ്പോയി.
എനിക്ക് മെറിറ്റിൽ മെഡിക്കൽ സീറ്റ് കിട്ടും. നിങ്ങൾക്ക് വലിയ ഫീസ് പോലും കൊടുക്കേണ്ടി വരില്ല. കോളേജിൽ അഡ്മിഷൻ എടുത്തു തന്നാൽ മാത്രം മതി. നിങ്ങൾ പാർട്ട് ടൈം ജോലി ചെയ്ത് എൻ്റെ ചിലവ് ഞാൻ തന്നെ നോക്കിക്കോളാം. അവൾ കൈകൾ കൂട്ടിപ്പിടിച്ചു. പ്ലീസ്, എൻ്റെ പഠനം മാത്രം മുടക്കരുത്. മറ്റെന്തും ഞാൻ സഹിക്കും. ഇത് ഞാൻ സഹിക്കില്ല. ആദിത്യൻ അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയെങ്കിലും മുഖത്ത് യാതൊരു ഭാവമാറ്റവും വരുത്തിയതേയില്ല അവൻ. പോയി കടൽ തീരത്ത് കുറച്ചു നേരം ഇരിക്കുകയോ കളിക്കുകയോ പോയി ചെയ്യടി. അവളുടെ ഒരു പറിപ്പ്. അവൻ പരിഹാസത്തോടെ പറഞ്ഞു. ഇന്ന് രാത്രി വേറെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം നിനക്ക്. ആ വാക്കുകൾ അനന്യയുടെ ഹൃദയത്തിൽ കുത്തിയിറങ്ങുന്നത് പോലെ തോന്നി. അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതേയില്ല. കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. അവസാനമായി ചോദിക്കുകയാ. അവൾ ശബ്ദം തകർന്നിരുന്നു. എന്നെ പഠിപ്പിക്കുമോ ഇല്ലയോ? ആദിത്യൻ ഒരു നിമിഷം പോലും ആലോചിക്കാതെ മറുപടി പറഞ്ഞു. ഞാനും അവസാനമായി പറയുകയാ, എന്നെക്കൊണ്ട് നിന്നെ പഠിപ്പിക്കാൻ കഴിയില്ല. അവൻ്റെ ശബ്ദം തണുത്തതായിരുന്നു. ഇതിനുശേഷം എൻ്റെ ഭാര്യ ജീവിതം ജീവിച്ചാൽ മാത്രം മതി നീ. കുടുംബത്തെ നോക്കടി. എന്നെ ശല്യപ്പെടുത്തേണ്ട നീ. ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നത് പോലൊക്കെ നടക്കും. അനന്യ പതിയെ കുനിഞ്ഞ് കാലിലുണ്ടായിരുന്ന ചെരുപ്പുകൾ ഊരിമാറ്റി മണലിലേക്ക് കാലുകൾ വെച്ചു. ഒന്നും പറയാതെ അവൾ മെല്ലെ കടലിലേക്ക് നടന്നു. തിരമാലകൾ വന്ന് അവളുടെ കാലുകളിൽ തട്ടി മടങ്ങിപ്പോകുമ്പോഴും അവളുടെ നോട്ടം ദൂരെ അനന്തമായി പരന്നു കിടക്കുന്ന കടലിലേക്കാണ്. അവളുടെ മനസ്സിൽ ആദിത്യൻ്റെ ഓരോ വാക്കും വീണ്ടും വീണ്ടും മുഴങ്ങിക്കേട്ടുകൊണ്ടേയിരുന്നു. നിന്നെ പഠിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ ഭാര്യ ജീവിച്ചാൽ മാത്രം മതി നീ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഒരു ഡോക്ടറാകുക എന്നതാണ്. അതിനു വേണ്ടിയാ ഇത്രയും വർഷം ഞാൻ കഷ്ടപ്പെട്ടു പഠിച്ചതും. ആ സ്വപ്നത്തിലേക്ക് വാതിൽ തുറന്നിട്ടും എനിക്ക് അതിലൂടെ നടക്കാൻ കഴിയുന്നില്ല. അവൾ വേദനയോടെ കടലിലേക്ക് നോക്കി ചിരിച്ചു. ഇനി എന്തിനാ ഈ ജീവിതം? ഒരു സ്വപ്നം പോലും സ്വന്തമാക്കാൻ കഴിയാതെ ആരുടെയോ ഭാര്യയായി മാത്രം ജീവിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ജീവനോടെ കുഴിച്ചുമൂടി ജീവിക്കുന്നതാണോ എൻ്റെ വിധി? ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. തിരമാലകൾ ഇപ്പോൾ മുട്ടുവരെ ഉയർന്നു അവളുടെ. പക്ഷെ അവൾ പിന്നോട്ട് നോക്കിയതേയില്ല. വീണ്ടും വീണ്ടും ഓരോ ചൂടും അവളെ ആഴത്തിലേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് അതിശക്തമായൊരു തിരമാല ആർത്തിരമ്പി അവളെ പൂർണ്ണമായും വിഴുങ്ങി. അയ്യോ! കടൽ തീരത്ത് നിന്നവർ ഒരുമിച്ച് നിലവിളി വെച്ചു. ആ പെൺകുട്ടി തിരമാല മുങ്ങി താഴുന്നു. ആരെങ്കിലും ഒന്ന് രക്ഷിക്ക്. ആദ്യമൊക്കെ അവൾ തിരമാലകൾ കളിക്കുകയാണെന്ന് കരുതിയത്. അടുത്ത നിമിഷം അവൾ കൈകൾ ഉയർത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കണ്ടതോടെ ഭയന്നുപോയി അവിടെയുള്ളവർ. അപ്പോഴാണ് ആദിത്യൻ അത് ശ്രദ്ധിച്ചത്. ഒരു നിമിഷം അവൻ്റെ ഹൃദയം നിലച്ചു പോയതുപോലെ തോന്നി. അനന്യ! അവൻ ഉറക്കെ വിളിച്ചുകൊണ്ട് അതിവേഗം കടലിലേക്ക് ഓടി. ഒരു നിമിഷം പോലും ആലോചിക്കാതെ കടലിലേക്ക് എടുത്തു ചാടി. അതിശക്തമായ തിരമാലകളെ വകവയ്ക്കാതെ അവൻ മുന്നോട്ട് നീന്തി. വീണ്ടും ഒരു തിരമാല അനന്യയെ വെള്ളത്തിനടിയിലേക്ക് വലിച്ചിഴച്ചു. അനന്യ! അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ബോധം നഷ്ടപ്പെട്ട അവളുടെ ശരീരം തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തിരമാലകളോട് പോരാടിയവൻ കരയിലേക്ക് നീന്തി. ചുറ്റുമുണ്ടായിരുന്നവർ ഓടിയെത്തി. എന്താ സർ ആ കുട്ടിക്ക് പറ്റിയത്? പലരും ചോദിക്കാൻ തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആദിത്യൻ അനന്യയെ കരയിലേക്ക് വലിച്ചു കയറ്റി മണലിൽ കിടത്തി. അവളുടെ കണ്ണുകൾ അടഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ശരീരം അനക്കമില്ലാതെ കിടന്നപ്പോൾ ആദിത്യൻ്റെ മുഖം നിറം പൂർണ്ണമായും മറഞ്ഞു. ഭയം വരാൻ തുടങ്ങി. അനന്യ! അവളുടെ കവളിൽ പതിയെ തട്ടിക്കൊണ്ട് അവൻ വിറയുന്ന ശബ്ദത്തിൽ വിളിച്ചു. പക്ഷെ അവളിൽ നിന്ന് യാതൊരു പ്രതികരണവും ആ സമയത്ത് ഉണ്ടായില്ല. കണ്ണുകൾ അപ്പോഴും അടഞ്ഞു കിടക്കുകയായിരുന്നു അവളുടെ.